ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിലൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ. ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കൈ വെച്ചിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. കൈ കൊണ്ടാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. പാൽ ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ബ്രെഡിൽ പെട്ടെന്ന് തന്നെ നനവ് അധികമായി പോവും. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എനിക്കിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. നമ്മൾ ബ്രെഡൊക്കെ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ബോൾസിൻ്റെ വലുപ്പവും ചെറുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസാണ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ഉരുളകളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കുറച്ച് ബോൾസിൻ്റെ അകത്തായിട്ട് നമ്മൾ ചെറിയ പീസ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാ സൈഡിൽ നിന്നും അതൊന്ന് അടച്ചതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് മെൽറ്റായിട്ട് അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ 14 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു സൈഡിൽ അതിൻ്റെ കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്ക് മെല്ലെ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പിന് ചെറിയ ചൂടുണ്ടായിരിക്കണം. 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇതിനകത്തേക്ക് ഷുഗർ സിറപ്പൊക്കെ കയറിയിട്ട് നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റ് ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.